പ്രശസ്തമായ നിലാമുറ്റം മക്കാം സിയാറത്ത് ചെയ്യാനാണ് ഇന്നത്തെ എൻ്റെ യാത്ര. കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിനടുത്ത് നിലാമുറ്റത്താണ് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത്. ഇരിക്കൂർ ടൗണിൽ നിന്നും 1 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ളത്. ഞാൻ യാത്ര പുറപ്പെട്ടു. കേരളത്തിലെ അതിപുരാതനവും ചരിത്ര പ്രാധാന്യവുമുള്ള മക്കാമുകളിലൊന്നാണ് നിലാമുറ്റം മക്കാം. സിയാറത്തിനായി മുമ്പ് പല തവണ ഇവിടെ വരാൻ സാധിച്ചിട്ടുണ്ട്. പേര് പോലെ തന്നെ ഏതു കൂരിരുട്ടുള്ള രാത്രിയിലും ഇവിടെ നിലാവുണ്ടാകും എന്നതാണ് എന്നിൽ കൗതുകമുയർത്തിയ കാര്യം. ഞാൻ നിലാമുറ്റത്തെത്തി. നിലാമുറ്റം റഹ്മാനിയ മഹല്ല് കമ്മിറ്റിയാണ് മക്കാം പരിപാലിക്കുന്നത്. പള്ളിക്ക് സമീപം വളപട്ടണം പുഴയുടെ തീരത്താണ് മക്കാം. 200-ലധികം മഹത്തുക്കൾ അന്തിയുറങ്ങുന്ന 2 ഏക്കറിലേറെ വിശാലമായ ഭൂമിയാണിത്. 7 സ്വഹാബികളും നിരവധി താബിഉകളും മറ്റു മഹാന്മാരുമാണ് ഇവിടെ മറപ്പെട്ട് കിടക്കുന്നതെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. സ്വഹാബികളുടെ കൂട്ടത്തിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരുമുണ്ട്. മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഘത്തിലുണ്ടായിരുന്ന മാലിക് ബിനു കമാൽ റളിയല്ലാഹു അൻഹു, മാലിക് ബിനു മുഹമ്മദ് റളിയല്ലാഹു അൻഹു എന്നിവരും ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഖബറുകളെല്ലാം തന്നെ ഹിജ്റ 60 മുമ്പുള്ളതാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഖബറുകളുടെ എടുപ്പും ഘടനയും അവക്കുമേൽ എഴുതപ്പെട്ടിട്ടുള്ള അറബി ലിപികളും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പണ്ടുകാലത്ത് കൊടും കാടായിരുന്നു ഇവിടെ. വെറും 200 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഇവിടെ ജനവാസം തുടങ്ങിയത്. ഇരിക്കൂറിനടുത്ത് കുന്നുമ്മൽ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന 200 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക പ്രബോധനത്തിനായി അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന സയ്യിദ് അബ്ദുൽ ഖയ്യൂം എന്ന മഹാനാണ് ഈ ഖബറുകൾ കണ്ടെത്തിയിട്ടുള്ളത്. വർഷത്തിലൊരിക്കൽ വളരെ വിപുലമായ രീതിയിൽ ഉറൂസ് മുബാറക്ക് നടന്നു വരുന്നു. ധനുമാസം 1 മുതൽ 10 വരെ നീണ്ടു നിൽക്കുന്ന ഉറൂസിൽ നാനാജാതി മതസ്ഥരടക്കം വൻ ജനാവലിയാണ് പങ്കെടുക്കാറുള്ളത്. അള്ളാഹു മഹാന്മാരോടൊപ്പം നമ്മെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ.